നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ സിഗരറ്റിനും ഇലക്ട്രിക് ശീശയ്ക്കും വിലക്ക് ഏർപ്പെടുത്താൻ നീക്കം. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച കരട് നിയമം ചർച്ച ചെയ്യും. കുട്ടികളിലും കൗമാരക്കാരിലും സിഗരറ്റ് ഉപയോഗം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. സിഗരറ്റ് പരമ്പരാഗത സിഗരറ്റുകളെക്കാൾ സുരക്ഷിതമാണ് എന്ന തെറ്റിദ്ധാരണയാണ് യുവാക്കൾക്കിടയിൽ ഉപയോഗം കൂടാൻ കാരണമെന്ന് MP ജലാൽ കസം അൽ മഹ്ഫൂദ് പറഞ്ഞു. കുവൈത്തിൽ വ്യാജ എയർലൈൻ ടിക്കറ്റ് പ്രമോഷനുകൾ വ്യാപകമായതിനെക്കുറിച്ച് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സോഷ്യൽ മീഡിയ വഴിയും അനധികൃത വെബ്സൈറ്റുകൾ വഴിയുമാണ് തട്ടിപ്പുകാർ വ്യാജ ടിക്കറ്റ് പ്രമോഷനുകൾ നടത്തുന്നത്. ഉയർന്ന ഡിസ്കൗണ്ടുകളിൽ ടിക്കറ്റ് ഓഫറുകൾ നൽകി പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഇവർ കബളിപ്പിക്കുന്നു. ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപ് ഏജൻസികളുടെ ആധികാരികത ഉറപ്പുവരുത്തുക. മസ്കറ്റിൽ ഉപഭോക്താക്കൾക്ക് പരാതി സമർപ്പിക്കാൻ QR കോഡ് സംവിധാനം ഏർപ്പെടുത്തി. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് ഈ പുതിയ സംവിധാനം ഒരുക്കിയത്. QR കോഡുകൾ ഉപഭോക്താക്കളെ അതോറിറ്റിയുടെ സേവനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയും ഇതുവഴി റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളും എളുപ്പത്തിൽ സമർപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ദുബായിൽ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പണം തട്ടിപ്പ് നടത്തിയ 2 പേരെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ ലഭിക്കുന്ന പണം കൈമാറ്റം ചെയ്യാനാണ് ഇവർ ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾക്ക് ചെറിയ തുക വാഗ്ദാനം ചെയ്ത് അവരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ടുകളും ഡിജിറ്റൽ വാലറ്റുകളും തുറപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ദുബായ് പോലീസിന്റെ ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഈ വിവരം പുറത്തുവിട്ടത്. ജിദ്ദയിൽ 54 കിലോഗ്രാം ഹാഷിഷും നിരവധി മയക്കുമരുന്ന് ഗുളികകളുമായി ഒരു സൗദി പൗരൻ അറസ്റ്റിലായി. രഹസ്യ അറകൾ ഉണ്ടാക്കി കാറിനുള്ളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. രഹസ്യ പോലീസും മയക്കുമരുന്ന് വിരുദ്ധ സമിതിയും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ സൗദി പൗരന്റെ ഒരു പങ്കാളിയെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. റാസൽ ഖൈമയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോണുകൾ ഉപയോഗിക്കാൻ റാസൽ ഖൈമ പോലീസ് തീരുമാനിച്ചു. അതിവേഗ സേവനം ലഭ്യമാക്കുന്നതിനായി ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന സംയോജിത എയർ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആരംഭിച്ചു. അപകടങ്ങൾ, ഗതാഗത കുരുക്ക്, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുണ്ടാകുമ്പോൾ സംഭവസ്ഥലത്തെ ദൃശ്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കും. UAE സെൻട്രൽ ബാങ്ക് നിലവിലെ പലിശ നിരക്ക് നിലനിർത്താൻ തീരുമാനിച്ചു. US ഫെഡറൽ റിസർവ് നിരക്ക് 4.25 to 4.5% നിലനിർത്തുന്നതിനെ തുടർന്നാണ് ഈ തീരുമാനം. ദിർഹം US ഡോളറുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ UAE സാധാരണയായി USന്റെ ധനനയം പിന്തുടരുന്നു. ഓവർനൈറ്റ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റിയിലെ പലിശ നിരക്ക് 4.4% തുടരും. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.